എൻ്റെ പേര് ആലീസ് വർഗീസ്. പെറ്റ് നെയിം ഓമന. പിന്നെ ജനിച്ച സ്ഥലം കൊറ്റനാട്. മടത്തിൻചാലിൽ വീട്ടിൽ PJ വർഗീസിന്റെയും തങ്കമ്മ വർഗീസിന്റെയും മൂത്ത മകളായി 1941 ജൂൺ 12-ാം തീയതി ജനിച്ചു. പറയാമല്ലോ അവനെ. എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസ കാലം പെരുമ്പട്ടി, തിരുവനന്തപുരം, തടിയൂർ എന്നീ സ്കൂളുകളിലായി പൂർത്തിയാക്കിയതിന് ശേഷം സെന്റ് മേരീസ് ഹൈസ്കൂൾ വലിയകുന്നം കുമ്പളങ്ങാനം ഹൈസ്കൂളിൽ 5-ാം സ്റ്റാൻഡേർഡിൽ ചേർന്നു. അവിടെ നിന്ന് 10-ാം ക്ലാസ് പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ ഉപരിപഠനത്തിനായിട്ട് ട്രെയിനിങ് ടീച്ചേഴ്സ് സെന്ററിൽ TTCക്കായി 1958-60 കാലങ്ങളിൽ സെക്കൻഡ് ഇയർ ബാച്ചിന്റെ ഫസ്റ്റ് ബാച്ചായി പഠനം തുടർന്നു. ഹോസ്റ്റൽ സൗകര്യവും ഭക്ഷണമൊക്കെ അവിടെ ക്രമീകരിച്ചു തന്നു. ഞങ്ങൾ പഠിച്ച കുട്ടികളെല്ലാം തന്നെത്താൻ പാകം ചെയ്ത് കഴിക്കുന്ന ഒരു സമ്പ്രദായ രീതിയായിരുന്നു. അവിടെ നിന്ന് 1960-ൽ ഞാൻ TTC സെക്കൻഡ് ക്ലാസ്സോട് പാസ്സായി. തുടർന്നുള്ള കാലയളവിൽ എനിക്ക് ടീച്ചിങ് പ്രാക്ടീസിന് വേണ്ടി ഞങ്ങളുടെ സഭയുടെ വകയായിട്ടുള്ള സ്കൂളുകളിൽ പ്രവേശിക്കുന്നതിന് മാനേജർക്ക് അപേക്ഷ നൽകുകയും 1-ാം സ്ഥാനം അല്ലെങ്കിൽ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് കൂട്ടിക്കൽ CMS LP സ്കൂളിലും സെക്കൻഡ് നെടുമ്പറം CMS LP സ്കൂളിലും ടെമ്പററി ആയിട്ട് ജോലി കിട്ടി. 1961 ഓഗസ്റ്റ് 12-ാം തീയതി മുതൽ മങ്കൊമ്പ് പാലാ ഏരിയയിലുള്ള മങ്കൊമ്പ് CMS UP സ്കൂളിൽ ഞാൻ ടീച്ചറായി പ്രവേശിച്ചു. അവിടെ നിന്ന് 1 വർഷം സേവനം ചെയ്തതിന് ശേഷം 1961 ജൂൺ മുതൽ ഞാൻ ആലപ്പുഴ CMS LP സ്കൂളിലും അവിടെ നിന്ന് എഴുവന്താനം CMS LP സ്കൂളിലും അതേ തുടർന്ന് CMS LP സ്കൂൾ കണ്ണഞ്ചിറ സ്കൂളിലും പെർമനന്റ് പോസ്റ്റായി ജോലിയിൽ ഇരിക്കുമ്പോൾ ഞാൻ 1964 ഡിസംബർ 28-ാം തീയതി വിവാഹത്തിലേക്ക് പ്രവേശിച്ചു. മടത്തിൻചാലിൽ PJ വർഗീസിന്റെയും അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞിന്റെയും മകളായിട്ട് ജനിച്ച ഞാൻ 1964 ഡിസംബർ 28-ാം തീയതി നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് ഇടവകയിലെ കിഴക്കയിൽ കുടുംബമായ KC വർഗീസ് അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞച്ചന്റെ ഭാര്യയായിട്ട് എന്നെ വിവാഹം ചെയ്തു. തുടർന്നുള്ള ജീവിതകാലം മുഴുവൻ ഈ ഭവനത്തിൽ കഴിയും. അതിനിടയിൽ എനിക്ക് കണ്ണഞ്ചിറ സ്കൂളിൽ നിന്നും അല്ലെങ്കിൽ CMS LP സ്കൂളിൽ നിന്നും മല്ലപ്പള്ളി IKM CMS LP സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. തുടർന്ന് 1979-ൽ നെടുങ്ങാടപ്പള്ളി CMS HSൽ UPS ആയിട്ട് സ്ഥാനം കിട്ടുകയും തുടർന്നുള്ള കാലയളവിൽ 14 വർഷം അവിടെ സേവനം അനുഷ്ഠിച്ച ശേഷം 1992-ൽ ആറന്മുളയ്ക്ക് CMS LP സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആകുകയും അവിടെ നമ്മൾ ജോലിക്കാര്യങ്ങൾ
ഭംഗിയായി നിവർത്തിക്കുകയും ചെയ്തു. 3 കൊല്ലം അവിടെ സേവനം ചെയ്തതിന് ശേഷം 1996 ജൂൺ 30 ഞാൻ ജോലിയിൽ നിന്ന് വിരമിച്ചു. തുടർന്നുള്ള കാലയളവിൽ എൻ്റെ പെൻഷൻ കാലം കിഴക്കയിൽ കുടുംബത്തിൽ കഴിയുകയായിരുന്നു. ഇതിനിടയിൽ എനിക്ക് 2 ആൺകുട്ടികളുണ്ട്. അതിൽ മൂത്ത മോൻ 1965 സെപ്റ്റംബർ 19 രണ്ടാമത്തെ മകൻ 1970 മെയ് 4 ജനിച്ചു. മൂത്ത മകന് റോയി അല്ലെങ്കിൽ ചാൾസ് കെ വറീസ് എന്നും, അവൻ ബോംബെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്തതിന് ശേഷം കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 19 ജോലിയിൽ നിന്ന് വിരമിച്ചു. രണ്ടാമത്തെ മകൻ റൂബി അല്ലെങ്കിൽ റോബർട്ട് കെ വിക്ടർ, അവനും പത്രസംബന്ധമായ ജോലിയാണെങ്കിൽ DTP കമ്പ്യൂട്ടർ ഓപ്പറേറ്ററാണ്. പത്തനംതിട്ട കേരള കൗമുദി പബ്ലിക്കേഷൻസിൽ അവൻ DTP ഓപ്പറേറ്റർ കമ്പ്യൂട്ടറായിട്ട് ജോലി ചെയ്യുന്നു. തുടർന്നുള്ള കാലങ്ങൾ അതിനുശേഷം അവന് 1997 മെയ് 23 മുണ്ടക്കയത്ത് വേലിക്കകത്ത് ജോൺ സാറിൻ്റെയും ജോളിയമ്മയുടെയും മകളായ പ്രിയ സൂസൻ ജോണിനെ വിവാഹം ചെയ്തു. പ്രിയ സൂസൻ ജോൺ CMS മാനേജ്മെന്റിൽ ആ സമയത്തെ ബേക്കർ സ്കൂളിൽ ജോലിയായിരുന്നു. തുടർന്നുള്ള കാലയളവിൽ സ്ഥാനം മാറി ഇപ്പോൾ എഴുമറ്റൂർ CMS LP സ്കൂളിൽ ഹെഡ് മിസ്സസ് ആയിട്ട് ജോലി ചെയ്യുന്നു. അവർക്ക് 3 കുഞ്ഞുങ്ങൾ. മൂത്ത മകൻ MSc സെക്കൻഡ് റാങ്കോടുകൂടി പാസ്സായി. അവൻ ബ്രില്യൻ്റ് സ്റ്റഡി സെന്ററിൽ ടീച്ചറായിട്ട് കയറി 2 വർഷം കഴിഞ്ഞു. രണ്ടാമത്തെ ആ മോന്റെ പേര് രൂപു വർഗീസ് ഹൂബർട്ട്. രണ്ടാമത്തേത് മകളാണ്, അവള് റയ ആലീസ് ഹൂബർട്ട്. അവള് CMCയിൽ അല്ലെങ്കിൽ വെല്ലൂരിൽ MBBS ഫസ്റ്റ് ക്ലാസ് പാസ്സായതിനു ശേഷം ഇപ്പം ഇന്റേൺഷിപ്പ് ചെയ്യുന്നു. മൂന്നാമത്തേതും മകളാണ്, പ്രിയ ആനി റോബർട്ട്. അവളും IIT ഇൻസ്റ്റിറ്റ്യൂഷനിൽ എഞ്ചിനീയറിംഗ് ഫിസിക്സ് അല്ലെങ്കിൽ BTech പഠനത്തിനുള്ള പ്രവേശനം ലഭിച്ചു. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 2 കുഞ്ഞുങ്ങളും പെൺകുട്ടികളും ഹോസ്റ്റലിൽ താമസിച്ചാണ് പഠിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് കാര്യങ്ങൾ പറയാനാണ്. കൂടുതലായിട്ട് നമ്മളെ ഇത്രയും ദൈവം നടത്തി അനേക പ്രതിസന്ധികളും പ്രതികളും ഉണ്ട്. 1964 ജൂലൈ 11 എന്നെ വിവാഹം ചെയ്ത് കൊണ്ടുവന്ന് KC വറീസ് ഇല്ലെങ്കിൽ കുഞ്ഞുഞ്ഞച്ഛൻ പെട്ടെന്നുള്ള ഒരു തലവേദന മുഖേന ഈ ലോകത്തുനിന്ന് ദൈവം വിളിക്കപ്പെട്ടു. തുടർന്നുള്ള കാലയളവിൽ 2 കുഞ്ഞുങ്ങളെയും ദൈവാശ്രയത്തിൽ വരുത്തി. സഭയുടെ കാര്യങ്ങളിലാണേലും സ്കൂളിലെ മറ്റു കാര്യങ്ങളിലാണേലും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച് ദൈവം അവർക്കൊരു വലിയൊരു അനുഗ്രഹങ്ങൾ ഈ കാലത്ത് പഠനത്തിനു വേണ്ടി കൊടുത്തു. ദൈവം അവർക്ക് ആയുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മതി നമുക്ക്. ഈ അമ്മമ്മയ്ക്ക് തെള്ളിയൂരെ പറ്റി ഒന്ന് പറയാമോ? വല്യമ്മച്ചിമാരെ പറ്റിയ മദറിന്റെ സിസ്റ്റേഴ്സിനെ പറ്റി. അങ്ങനെ ഓർമ്മയും ഞാൻ പറയാം. എനിക്ക് അല്ലാതെ ഒഫീഷ്യൽ നെയിം അറിയാം. വീട്ടിലെ പേരുകൾ എൻ്റെ തുടരുകയാണ്. എൻ്റെ അമ്മ തടിയൂർ മണലൂർ തേക്ക് നിൽക്കുന്നതിൽ മത്തായി എന്ന് പറയുന്ന ആളിന്റെയും മറിയാമ്മ എന്ന ആളിന്റെയും 3ാമത്തെ മകളായി
ജനിച്ചു. അമ്മയ്ക്ക് 3 സഹോദരങ്ങളും 3 5 സഹോദരിമാരുമുണ്ട്. അവരിൽ മൂത്തയാള് വെണ്ണിക്കുളം മാലേൽ കുടുംബത്തിലും സക്കറിയ എന്ന് പറയുന്ന ആളാണ് കല്യാണം കഴിച്ചത്. അവർക്ക് 3 ആണും 1 പെണ്ണും. രണ്ടാമത്തെ അമ്മയ്ക്ക് 3 ആണും 3 പെണ്ണും. അമ്മ എന്ന് പറഞ്ഞ തങ്കമ്മ. രണ്ടാമത്തേത് അമ്മയല്ല, ഏലിക്കുട്ടി. കാവുങ്കൽ കുര്യന്റെ ഭാര്യയായിട്ട് ഏലിക്കുട്ടി എന്ന് പറയുന്ന ആള് പ്രവേശിച്ചു. മൂന്നാമത്തേതാണ് എന്റെ അമ്മ, തങ്കമ്മ അല്ലെങ്കിൽ മറിയാമ്മ. മഴ ആങ്ങളമാരുടെ പേര്, മൂത്തയാളിന്റെ പേര് കുഞ്ഞച്ചൻ അല്ലെങ്കിൽ MM തോമസ്. രണ്ടാമത്തെ ആളിന്റെ പേര് ഉണ്ണി അല്ലെങ്കിൽ MM ചാക്കോ ആന്തോ. മൂന്നാമത്തെ ആള് പൊടിയൻ. സഹോദരിയായ MM റാഹേലമ്മ ചെങ്ങന്നൂർ എന്റെ വീട്ടുപേര് കല്ലൻപറമ്പിൽ ഫിലിപ്പ് എന്ന് പറയുന്ന ആളെ വിവാഹം ചെയ്തു. അവർക്ക് ലില്ലി, സാലി, സണ്ണി, അവർക്ക് 5 മക്കൾ, 2 പെണ്ണും 3 ആണും. ആ അമ്മാമ്മ സ്കൂൾ ജീവിതം നയിച്ചു. ചെങ്ങന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സേവനം ചെയ്തു. ഈ ദൈവത്തിന്റെ വിപരീത പ്രവർത്തനങ്ങളിൽ മൂലം അമ്മാമ്മ രോഗം ബാധിച്ച് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രവേശിച്ചു. അതുപോലെ ഭർത്താവായ ഫിലിപ്പും ദൈവസന്നിധിയിൽ രോഗബാധിതനായി പ്രവേശിച്ചു. അതിന്റെ ഇളയ സഹോദരിയാണ് MM സാറാമ്മ. അമ്മാമ്മയ്ക്ക് 3 ആണും 2 പെണ്ണും. അതിലെ മൂത്തയാള് ജോളി കുടുംബമായിട്ട് കോട്ടയത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്നു, ഒരാൺ മാത്രം. പക്ഷേ രോഗബാധിതനായി പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചതിന് ശേഷം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. രണ്ടാമത്തെ മകൻ സണ്ണിയും കുടുംബവും USA താമസിക്കുന്നു. സമയങ്ങളനുസരിച്ച് നാട്ടിൽ വരികയും സന്തോഷങ്ങൾ പങ്കിടുകയും ചെയ്തു. മൂന്നാമത്തെ മകൾ ആൻസി, അവളും കുടുംബമായിട്ട് അമേരിക്കയിൽ കഴിയുന്നു. അവളെ കല്യാണം കഴിച്ചത് വാകത്താനം വാക്കയിലാണ്. അനിയൻ കുഞ്ഞെന്ന് പറയുന്ന ആളാണ്. ഷേർലി പുത്തങ്കാവ് ഏറ്റവും ഇളയ മകൾ. പുത്തങ്കാവ് വീട്ടുപേര് കുമ്പനാട് കുടുംബത്തിൽ വിവാഹം ചെയ്തു. അവരും അമേരിക്കയിൽ കുടുംബമായി താമസിക്കുന്നു. പിന്നെ സെന്നി വിവാഹം ചെയ്തിരിക്കുന്ന എന്റെ സ്റ്റുഡന്റും കൂടിയായ ഷൈനിയാണ്. മഞ്ഞത്താനം CSI സഭയിലെ അംഗമാണ്. അവരും കുടുംബമായിട്ട്, സെന്നിയും ഷൈനിയും കുടുംബമായിട്ട് അമേരിക്കയിൽ താമസിക്കുന്നു. അവധിക്കനുസരിച്ച് ഷൈനിയുടെ അമ്മയായ അക്കമ്മ ടീച്ചർ, കൊച്ചിക്കുഴിയിലെ അക്കമ്മ ടീച്ചർ, ഞാനും അക്കമ്മയുമായിട്ട് ഏകദേശം ഉദ്ദേശ ഇയറാണ്, ഒരു 12 വർഷമെങ്കിലും ഒന്നിച്ച് താമസിച്ചു. ഒന്നിച്ച് ജോലി
നെടുങ്ങാടപ്പള്ളി CMS ഹൈസ്കൂളിൻ്റെ UP സെക്ഷനിൽ കഴിയുന്നതിന് സാധിച്ചു. വളരെ സന്തോഷമായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞത്. ആ ഒരു കാലഘട്ടത്തെ പറ്റി ഞങ്ങൾക്ക് ഇപ്പോഴും ഒന്നും ഓർക്കാൻ വയ്യ. അതുപോലുള്ള ഒരു സന്തോഷാവസരങ്ങളായിരുന്നു ഞങ്ങൾ പങ്കിട്ട്. അതിൻ്റെ ഇടയ്ക്കാണ് മകളെ കല്യാണം കഴിച്ച. മകളെ എൻ്റെ സ്റ്റുഡൻ്റാണ്. അതുപോലെ തന്നെ വീട്ടുകാരെയും നല്ലവണ്ണം പരിചയമുള്ളതാണ്. നമ്മുടെ സെന്റ് തോമസ് CMS ഇടവകയുടെ ഉപസഭയാണ് മഞ്ഞത്താനം CSI സഭ. അതുകൊണ്ട് അക്കമ്മയെ പറ്റി ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ്. ഞങ്ങൾക്ക് കാര്യം തുറന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു സ്വഭാവമുള്ള ആളായിരുന്നു. അതുകൂടാതെയുള്ള കൂട്ടുകാരൊക്കെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അതിലിനി ശേഷിക്കുന്ന അധികം പേരില്ല. ഞങ്ങള് നെടുങ്ങാടപ്പള്ളി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റക്കെട്ടായിട്ടൊക്കെ നിന്ന്, അന്നൊക്കെ സ്കൂളെന്നൊക്കെ പറയുന്നത് ചവിട്ടുപടി കയറി പോകണമായിരുന്നു പള്ളിമുറ്റത്തോട്ടില്ല. ഇന്നതൊക്കെ മാറി. പരിഷ്കാരങ്ങൾ വന്നതോടുകൂടി കെട്ടിടങ്ങളും മാറി. അങ്ങനെ ഒരു ഉദ്യോഗ ജീവിതം ആനന്ദപൂർണമാക്കാനായിട്ട് ദൈവം തമ്പുരാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുവദിച്ചു. അതിലിനി ശേഷിക്കുന്ന അധികം പേരില്ല. ഇനി ഞാനും കൂടെ ജോലി ചെയ്ത 1-2 പേര് മാത്രമേ ഈ ലോകത്തിൽ ഇപ്പോൾ ഉള്ളൂ. ദൈവം എത്രത്തോളം ആയുസ്സും ആരോഗ്യവും തന്നതിന് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. Chest number 294. Chest number 294. All right, next is going to be chest number 294. Chest number 294. യേശുവേ